കേരളത്തിൽ അതിശക്തമായി പിടിമുറുക്കി ഓപ്പറേഷൻ തൂഫാൻ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി കേരളത്തിൽ പിടിമുറുക്കുകയും കുട്ടികളെ ലഹരിക്കടിമകളാക്കാനുള്ള ആസൂത്രിത നീക്കം നടത്തുകയും ചെയ്യുന്നുണ്ടെന്നും അതിനെതിരെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തുകയെന്ന ദൗത്യമാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ പ്രാവർത്തികമാക്കുന്നതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ജില്ലയിലെ ഔദ്യോഗിക ഉദ്ഘാടനം കുന്ദമംഗലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ലഹരി മാഫിയയ്ക്കെതിരായ പോരാട്ടം വിജയിക്കണമെങ്കിൽ കുട്ടികളും രക്ഷിതാക്കളും പൊതുജനങ്ങളും മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായ വലിയ പോരാട്ടമാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ആരംഭിച്ചിട്ടുള്ളത്. മയക്കുമരുന്നിന്റെ വ്യാപനം കാരണം മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് പോലും ഭയത്തോടെയാണ്. പുതിയ കേരളം കെട്ടിപ്പടുക്കണമെങ്കിൽ ലഹരി ഉപയോഗിക്കാത്ത പുതിയ തലമുറയെ വളർത്തിയെടുക്കണം. സജീവമായ മയക്കുമരുന്ന് ലോബിയെ തകർക്കാൻ കേരളത്തിലെ ചെറുപ്പക്കാരുടെ സേനയ്ക്ക് മാത്രമേ സാധിക്കൂ. അവരുടെ വേരറുക്കാൻ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാനിലൂടെ 15 കോടിയോളം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയെന്നും മന്ത്രി അറിയിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ ഒരു കാരണവശാലും അവസാനിപ്പിക്കില്ലെന്നും ലഹരിക്കെതിരെ കൂടുതൽ മതനേതാക്കളുടെ പിന്തുണ തേടുമെന്നും ജിഫ്രി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെ MLA-മാരെയും MP-മാരെയും അണിനിർത്തി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് തൂഫാൻ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൂഫാൻ സ്ട്രൈക്ക്, തൂഫാൻ വാരിയർ, തൂഫാൻ കെയർ എന്നീ പദ്ധതികളും ഇതിന്റെ ഭാഗമായി ആരംഭിക്കുമെന്നും ചെന്നിത്തല അറിയിച്ചു. തൂഫാൻ വലിയ വിജയമാണെന്നും ജനങ്ങൾ തന്നെ ഇറങ്ങി പോലീസിന് മയക്കുമരുന്ന് പിടികൂടാൻ വിവരം നൽകുന്നുണ്ട്. 2 നൈജീരിയക്കാരെ ഉൾപ്പെടെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾക്കായി മലയാളത്തിന് പുറമെ അന്യഭാഷയിലും തൂഫാൻ പ്രചാരണം നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു. എല്ലാ വിഭാഗത്തിന്റെയും പിന്തുണ തൂഫാൻ പദ്ധതിക്ക് വേണമെന്നും അതിന്റെ ഭാഗമാണ് മർക്കസിലെത്തി കാന്തപുരവുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ചെന്നിത്തല തൂഫാൻ വാരിയർ ബാഡ്ജ് കാന്തപുരത്തെ അണിയിച്ചു. പള്ളികൾ ലഹരി വിരുദ്ധ ആഹ്വാനത്തിന് അഭ്യർത്ഥിച്ച ചെന്നിത്തലയ്ക്ക് കാന്തപുരം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്തു. സർക്കാരിന്റേത് മാതൃകാ പ്രവർത്തനമാണെന്നും കാന്തപുരം കൂട്ടിച്ചേർത്തു. കുറ്റ്യാടിയിലെ ആൾക്കൂട്ട വിചാരണയിലും ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചു. തൂഫാൻ ആൾക്കൂട്ട വിചാരണയ്ക്കുള്ളതല്ലെന്നും ഇക്കാര്യത്തിൽ പോലീസിന് പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞു. തൂഫാന്റെ പേരിൽ നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും പറഞ്ഞ് അദ്ദേഹം വിഷയത്തിൽ കൂടുതൽ അന്വേഷിച്ച് നടത്തിയ ശേഷം പ്രതികരിക്കാമെന്നും പറഞ്ഞു. സംഭവത്തിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. മാത്രമല്ല, ലഹരി മാഫിയയുടെ വേരറുക്കുന്നത് ലക്ഷ്യമാക്കി കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാനിൽ നടൻ മോഹൻലാലും പങ്കുചേർന്നിട്ടുണ്ട്. തൂഫാൻ വാരിയർ ബാഡ്ജ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മോഹൻലാലിന് കൈമാറുകയും ചെയ്തിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറായ ഉത്തരമേഖല IG പുട്ട വിമലാദിത്യയുടെ കൂടി സാന്നിധ്യത്തിലായിരുന്നു ഇത്. തങ്ങൾ ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന കാര്യമാണിതെന്ന് പറഞ്ഞ മോഹൻലാൽ തന്റെ അച്ഛനമ്മമാരുടെ പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ ഈ മേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും രമേശ് ചെന്നിത്തലയോട് വിശദീകരിച്ചു. കേരളത്തിന് ഏറ്റവും വലിയ പ്രശ്നമാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ലഹരിയുമെന്ന് ചെന്നിത്തല മോഹൻലാലിനോട് പറഞ്ഞു. അത് തടയാൻ പോലീസ് സജീവമായി രംഗത്തിറങ്ങുമെന്നും അതിനോട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സഹകരിക്കണമെന്നും തങ്ങൾ എത്രയോ കാലമായി ആഗ്രഹിക്കുന്ന കാര്യമാണ് താങ്കൾ നടപ്പാക്കുന്നതെന്നുമായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.